ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധമായ ദിവ്യമായ വചനത്തിൻ്റെ കേൾവിയിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടെ ദൈവം നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. ആ തമ്പുരാനെ നമുക്ക് കരുണയോടെ സ്തുതിക്കാം. ആ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വിവിധ തരങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാനും വലിയവരായി ജീവിക്കാനും മറ്റുള്ള ആരെക്കാളും ശ്രേഷ്ഠമായി ജീവിക്കാനുമൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നൊരു കാലമാണ്. അത് തന്നെ മറന്നുകൊണ്ട് താനായിരിക്കുന്ന അവസ്ഥ എന്തെന്ന് തിരിച്ചറിയാൻ പോലും ശ്രമിക്കാതെ ഓരോരുത്തരും മിടുക്കന്മാരാവാൻ ഭാവിക്കുന്ന കാലഘട്ടമാണിത്. ഇന്ന് ഞാൻ നിങ്ങളുമൊത്ത് ചിന്തിക്കുന്നൊരു വിഷയം, മാന്യമായി ഉത്തമന്മാരായി അന്തസ്സുള്ളവരായി ജീവിക്കാൻ എന്താ മാർഗം? അതെ, നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് മാന്യന്മാരായി ജീവിക്കണം, ഉത്തമന്മാരായി ജീവിക്കണം, അന്തസ്സുള്ളവരായി ജീവിക്കണമെന്ന്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ ലക്ഷ്യത്തിന് വേണ്ടി അവലംബിക്കുന്ന മാർഗങ്ങൾ, ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന വഴികൾ, അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പലരും ഉത്തമമായ മാർഗത്തിലൂടെയല്ല ഉത്തമന്മാരായി ജീവിക്കാൻ പരിശ്രമിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, വിവിധ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, എത്രയോ പേര് ഏതെല്ലാം തലങ്ങളിൽ മിടുക്കന്മാരാവാൻ വേണ്ടി പരിശ്രമിച്ച് പിടിക്കപ്പെടുന്നു, കാരാഗൃഹത്തിലടയ്ക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഈ സമൂഹത്ത് മനുഷ്യ മനസ്സുകളിൽ തിന്മയുടെ അല്ലെങ്കിൽ അധമമായ ഒരു സത്വത്തിൻ്റെ രൂപമായി അവർ മാറുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു മാന്യമായി ജീവിക്കാൻ എന്താ മാർഗം. അതെ, നമുക്ക് നിലനിൽക്കുന്ന നല്ല സന്തോഷത്തിൻ്റെ, നല്ല ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, പശ്ചാത്തലത്തിൽ മാന്യമായി ജീവിക്കാൻ എന്താ മാർഗം? തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. വിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകം അഥവാ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാം എങ്ങനെയാണ് ഉത്തമന്മാരായി ജീവിക്കുന്നത്. അവിടെ വലിയ വ്യക്തമായ ഒരു ബോധ്യത്തിൽ പരിശുദ്ധ സ്ലീഹായുടെ ഓർമ്മപ്പെടുത്തൽ അവിടെ ലഭിക്കുകയാണ്. വിശുദ്ധനായ സ്ലീഹ പറയുന്നു, ഈ സ്ഥലത്തെ യഹൂദർ തെസലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. അത് സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഇവർ ഉത്തമന്മാരായിരുന്നു. മാന്യനാവുക, ഉത്തമനാവുക, അന്തസ്സുള്ളവനാവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അവന് കാരണമെന്തെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. ഹല്ലേലൂയ! അതീവ താല്പര്യത്തോടെ, തീഷ്ണതയോടെ തിരുവചനം സ്വീകരിച്ചു. മാത്രമല്ല, അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തു. ഹല്ലേലൂയ! 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 അനുഗ്രഹിക്കപ്പെട്ടവരെ, മാന്യമായി ജീവിക്കാൻ, ഉത്തമനായി ജീവിക്കാൻ, അന്തസ്സുള്ളവനായി ജീവിക്കാൻ ഇന്ന് നമ്മൾ പല മാർഗങ്ങൾ അന്വേഷിക്കുന്നവരാണ്. നമുക്കറിയാം, വാസ്തവങ്ങളെ മറച്ചു വെച്ച്, ഞാൻ ആദ്യമേ പറഞ്ഞു, വാസ്തവങ്ങളെ മറച്ചു വെച്ച് എൻ്റെ ദൗത്യം എന്താണെന്ന്, ഞാൻ എന്താണെന്നുള്ള വാസ്തവത്തെ വിസ്മരിച്ചുകൊണ്ട്, മനഃപൂർവ്വം മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ
പ്രമുഖനാകാൻ, മിടുക്കനാകാൻ ഞാൻ ശ്രമിച്ചാൽ തീർച്ചയായും അത് നിലനിൽക്കുകയില്ല. അതാണല്ലോ ലോകം നമ്മെ പഠിപ്പിക്കുന്ന വാസ്തവം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് എല്ലാ തലങ്ങളിലും നമുക്ക് കാണാം. ആത്മീയമായ വ്യക്തികളുടെ, ആത്മീയ പരിവേഷമണിഞ്ഞ വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്കിത് കാണാം. അവനവനെ തന്നെ മറന്ന് വിസ്മരിച്ച് മറ്റ് പല മാർഗങ്ങളിലൂടെയും പ്രമുഖരാകാൻ, അറിയപ്പെടുന്നവരാകാൻ, മാന്യന്മാരാകാൻ പരിശ്രമിക്കുന്നവർ. അത് ആത്മീയ തലത്തിലും മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലും ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ച് എനിക്കെതിരായി നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയാണ് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ തലങ്ങളിലുള്ളത്. അതുപോലെ തന്നെ സാമൂഹികമായ തലങ്ങളിലും സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ നമ്മളിത് വ്യക്തമായി കാണുന്നു. നോക്കൂ, തിരുവചനം പഠിപ്പിക്കുന്നു, വചനത്തെ തീഷ്ണതയോടെ ആഗ്രഹത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, അത് അനുവർത്തിക്കാൻ ശ്രമിച്ചാൽ നീ മാന്യനായിത്തീരും. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാണം കെട്ടും പണം തേടിക്കൊണ്ടാൽ നാണക്കേട പണം മാറ്റിക്കൊള്ളും. അതെ, അങ്ങനെയൊക്കെ പണ്ട് എവിടെയോ കണ്ടു മറന്നുപോയ ഒരു നാടകത്തിൽ അതിലെ കോറസ് പാടുന്നൊരു രീതിയാണ്. കളിയാക്കി ആ നാടകത്തിലെ അഭിനേതാക്കൾ പാടിയതാണ്. നാണം കെട്ടും പണം തേടിക്കൊണ്ടാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളുമെന്ന്. ഇന്ന് പലരും നാണം കെട്ടും പല വിധത്തിലുമൊക്കെ സ്വത്ത് സമ്പാദിക്കുകയാണ്. അങ്ങനെ സ്വത്ത് സമ്പാദിച്ചാർജിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞതെല്ലാം മറന്ന് അവൻ മാന്യനായെന്നുള്ളതാണ് മറ്റൊരു തലം. അതും നിലനിൽക്കുന്നതല്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്വത്തൊക്കെ ദൈവത്തിൻ്റെതാണ്. അത് ഇന്ന് ദൈവം ഒരുത്തനെ ഏൽപ്പിക്കുന്നെങ്കിൽ നാളെ മറ്റൊരുത്തനെയാണ് അത് ഏൽപ്പിക്കുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയെടുക്കാൻ അധിക സമയമൊന്നും ദൈവത്തിന് വേണ്ട. അതുകൊണ്ട് അവിഹിതമായ മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദിച്ച് മാന്യനായി ജീവിക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ അത് നിലനിൽക്കുന്നതല്ല ഒരിക്കലും. ഇനി മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇന്ന് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്ത് അതിക്രമ മാർഗത്തിലൂടെ മാന്യന്മാരായി ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതിന് മാന്യതയുടെ സമൂഹത്തെ അവർ കൂട്ടുപിടിക്കും. രാഷ്ട്രീയക്കാരെ, വലിയ നേതാക്കന്മാരെ, ഭരണ സാരഥികളെയൊക്കെ കൂട്ടുപിടിച്ച് അവരുടെ അതിക്രമങ്ങളെ മറച്ചു വയ്ക്കും. അവൻ മാന്യനായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിഹിതമായ മാർഗത്തിലൂടെയും അതിക്രമത്തിൻ്റെ മാർഗത്തിലൂടെയും അനാശാസ്യ മാർഗത്തിലൂടെയും മാന്യനായി ജീവിക്കാൻ പരിശ്രമിച്ചാൽ സർവശക്തനായ ദൈവം വിടുകയില്ല. മറിച്ച് വിഹിതമായ മാർഗത്തിലൂടെ മാന്യമായി ജീവിക്കാൻ പരിശ്രമിച്ചാൽ തിരുവചനത്തിൻ്റെ സംരക്ഷണയിൽ നിങ്ങളായിത്തീരും. ദൈവിക ഉടമ്പടിയിൽ നിങ്ങൾ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ മാന്യത നിങ്ങൾക്ക് താനെ വന്നു ചേരും. നമുക്കറിയാം, ഏത് തലത്തിലുള്ളവരെയും മാന്യമായി ജീവിക്കണമെന്നുള്ള മോഹം വേട്ടയാണ്. തീരെ അധമമായി ജീവിക്കുന്ന വ്യക്തിയായാലും, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലുള്ളവനായാലും, അതല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായാലും, മധ്യവയസ്കനായാലും, സ്ത്രീയായാലും പുരുഷനായാലും, ഭരണ നിലവാരത്തിലുള്ളവനായാലും അടിമയായാലുമൊക്കെ ഓരോരുത്തൻ്റെയും ഉള്ളിലുള്ള ആഗ്രഹമാണ് മാന്യനായി ജീവിക്കണം, അന്തസ്സായി ജീവിക്കണം, ഉത്തമനായി ജീവിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ. അതെ, അംഗീകരിക്കപ്പെടണം, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം സകല മനുഷ്യർക്കുമുണ്ട്. വിശുദ്ധ തിരുവചനത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ആ വ്യക്തി വളരെ വളരെ മാന്യമായിട്ട് ജീവിച്ചവനാണ്. നമുക്കറിയാം, അവിടെ ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം കർത്താവ് പഠിപ്പിക്കുന്നു, തിരുവചനങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, വിചാരിക്കുന്നു. ആ വചനം തന്നെയാണ്
എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്ന്. അതെ, തിരുവചനം അനുസരിച്ച് ജീവിക്കുക എന്നാൽ കർത്താവായ യേശു മിശിഹായെ അംഗീകരിച്ച് സ്നേഹിച്ച് ഉൾക്കൊണ്ട് ആ മാർഗത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം വചനം ദൈവമാണ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ, യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം തന്നെ ആ വാസ്തവം വിളിച്ചു പറയുന്നു. ദൈവം വചനമായ ദൈവമാണ്. വചനം വായിക്കുമ്പോഴും വചനം ശ്രവിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിൽ നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, ഒരു ബോധമുണ്ടെങ്കിൽ, ഒരു വിചാരമുണ്ടെങ്കിൽ അവിടെ കൃപയുടെ പ്രവാഹം നിലയ്ക്കാതെ വരും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ഇവിടെ മറ്റൊരു തലം അറിയാൻ സാധിക്കും. വചനം സത്യമാണോ എന്ന്, ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം ശരി തന്നെയോ സത്യം തന്നെയോ എന്ന് പരിശോധിക്കുക മാത്രമല്ല, അങ്ങനെ ആ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് സത്യമാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള ബാധ്യതയും എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം എന്നെ തന്നെ വ്യക്തമായി ശോധന ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ, അപ്പോൾ മാത്രമേ അത് അർത്ഥപൂർണമാകുന്നുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുവചനം പഠിക്കുമ്പോൾ അത് നിരന്തരം അത് സത്യമാണോ എന്ന് പരിശോധിച്ചറിയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ ദൈവം നമ്മെ മാന്യതയിലേക്ക് ഉയർത്തി വയ്ക്കും. ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് സ്തുതി കരേറ്റാം. നമ്മൾ അറിയാതെ നമ്മിലേക്ക് മാന്യതയും അന്തസ്സും വന്നു ചേരും. അനുഗ്രഹിക്കപ്പെട്ടവരെ, മാന്യനായി ജീവിക്കണമെങ്കിൽ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും വരാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. തെറ്റുകൂടാതെ ജീവിക്കണം. തെറ്റുകൂടാതെ ജീവിക്കാൻ എന്താ മാർഗം? കർത്താവ് പഠിപ്പിക്കുന്നു. ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം. ആ വാക്യം ഇങ്ങനെയാണ്: തിരുവെഴുത്തുകളെക്കുറിച്ചും ദൈവിക ശക്തികളെക്കുറിച്ചും അറിവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുന്നു. തിരുവചനങ്ങളെക്കുറിച്ചും ദൈവിക ശക്തിയെക്കുറിച്ചും അറിവില്ലാത്തത് കൊണ്ട്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, ബോധ്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, തെറ്റുകൂടാതെ ജീവിക്കാൻ തിരുവചനത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. തിരുവചനങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, ആഴത്തിൽ അറിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും, നമുക്ക് അനുഭവങ്ങളുണ്ടാകും. ആ ദൈവിക ശക്തിയെക്കുറിച്ചും തിരുവെഴുത്തിനെക്കുറിച്ചും ബോധ്യമുണ്ടാകുമ്പോൾ തെറ്റുകൂടാതെ ജീവിക്കാൻ നമുക്ക് കഴിയും. തെറ്റുകൂടാതെ ജീവിക്കുമ്പോഴാണ് മാന്യനായി ജീവിക്കുന്നത്. തീർന്നില്ല. ദൈവിക ശക്തിയെക്കുറിച്ച്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. ദൈവത്തിൻ്റെ ദൈവിക ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ നമ്മൾക്ക് വിശുദ്ധി വേണം. കാരണം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവീൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ, കാണാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധിയിൽ ജീവിച്ചാലേ ദൈവത്തെ കാണാനും ദൈവിക ശക്തിയെക്കുറിച്ച് അറിയാനും നമുക്ക് സാധിക്കൂ. അതെ, അപ്പോഴാണ് തെറ്റുകൂടാതെ ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെ തെറ്റുകൂടാതെ ജീവിക്കുമ്പോഴാണ് മാന്യനായി തീരുന്നത്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെയാണ്: നിങ്ങൾ ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ
നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ. ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടതാവോ? അതെ, കർത്താവായ ദൈവം കൽപ്പിക്കുകയാണ് പ്രവാചകൻ മുഖാന്തരം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ. നിങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, വിശുദ്ധി, അതായത് നമ്മൾ അറിയാതെ നമ്മിലേക്ക് മാന്യത വന്നു ചേരും. നമ്മളിലേക്ക് മാന്യത വരണമെങ്കിൽ തെറ്റ് നമ്മളിൽ ഉണ്ടാകരുത്. തെറ്റ് കൂടാതെ ജീവിക്കണമെങ്കിൽ ദൈവിക ശക്തിയെക്കുറിച്ച് തിരിച്ചറിയണം. തിരുവചനങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. തിരുവചനങ്ങളെക്കുറിച്ചും ദൈവിക ശക്തികളെക്കുറിച്ചും ബോധ്യമുണ്ടാകുമ്പോൾ തെറ്റുകൂടാതെ ജീവിക്കാം. അങ്ങനെ തെറ്റുകൂടാതെ ജീവിക്കുമ്പോൾ നമ്മൾ അശുദ്ധിയെ നീക്കി വിശുദ്ധിയിലേക്ക് വരും. അശുദ്ധിയെ നീക്കാൻ ദൈവം പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ. ഈ ശുദ്ധീകരണം നമുക്ക് അനുദിനം വേണ്ട ഒരു വലിയ കാര്യമാണ്. അശുദ്ധി നമ്മിൽ നിന്ന് നീക്കം ചെയ്യണം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ശത്രുക്കളുടെ മുമ്പിൽ തോറ്റ് പിന്മാറുന്നു. എന്തെന്നാൽ നശിപ്പിക്കപ്പെടാനുള്ളൊരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ. നമുക്ക് വിജയം നേടണമെങ്കിൽ, ശത്രുവിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മിൽ അശുദ്ധി, തിന്മ ഉണ്ടാകരുത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ആദിയോടന്തം നമുക്കിത് കാണുവാൻ കഴിയും. യഹോവയായ ദൈവം പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ നിങ്ങളുടെ കൂടെ ഞാനായിരിക്കും. ശത്രുക്കളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കുകയും നിങ്ങൾ ഓടി പിന്മാറുകയും ചെയ്യുന്നു. കാരണം നിങ്ങളിൽ അശുദ്ധി നിൽക്കുന്നു. നശിപ്പിക്കപ്പെടാനുള്ളൊരു വസ്തുവായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ മുഖാന്തരം കർത്താവ് അരുളി ചെയ്യുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും ജീവനുള്ള തിരുവായി കൊണ്ട് കർത്താവായ യേശുമിശിഹ നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ വചനം ഇങ്ങനെയാണ്, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധരാക്കുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ആ വചനം ഇങ്ങനെയാണ്, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു, അത് മനുഷ്യനെ അശുദ്ധരാക്കുന്നു. നമ്മുടെ ചിന്തകൾ നമ്മെ അശുദ്ധരാക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് അധരം സംസാരിക്കുന്നത്. തമ്പുരാൻ പഠിപ്പിക്കുന്നു, അത് മനുഷ്യനെ അശുദ്ധരാക്കുന്നു. കാരണം നിൻ്റെ ഉള്ളിൽ നിന്ന് ദുർചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുത്തനെ അശുദ്ധരാക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ബാഹ്യമായ ശുദ്ധി പലപ്പോഴും സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ തമ്പുരാൻ കൽപ്പിക്കുന്നു, നിൻ്റെ ചിന്തകളെ നീ വെടിപ്പാക്കുക. സച്ചിന്തകൾ നിന്നെ ഭരിക്കുമ്പോൾ, നിൻ്റെ ഹൃദയത്തിൽ നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ അധരത്തിൽ നിന്ന്, വായിൽ നിന്ന് നന്മ പുറപ്പെടുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അധരം സംസാരിക്കുന്നത്. നിന്നെ അശുദ്ധനാക്കുന്നത് നിൻ്റെ ചിന്തകളാണ്. നിൻ്റെ ചിന്തയിൽ ഒരുത്തിനെ നശിപ്പിക്കാൻ നീ പരിശ്രമിക്കുന്നെങ്കിൽ, അവനോട് പക നിനക്ക് തോന്നുന്നെങ്കിൽ, തീർച്ചയായും നിന്നിൽ കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ ഭാവാവസ്ഥയുമാണ് നീ വസിക്കുന്നത്. ഒരുത്തിനെക്കുറിച്ച് വേണ്ടാതെ നീ സംസാരിക്കുമ്പോൾ പരദൂഷണമാണ് നീ പറയുന്നത്. ഒരുത്തന് ഉള്ളത് ആർജിക്കാൻ നീ ആഗ്രഹിക്കുമ്പോൾ നിന്നിൽ വന്നു ചേരുന്നത് മോഷണമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതൊന്നും കൂടാതെ വിശുദ്ധമായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ നന്മയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതെ,
ഇത് നമുക്ക് സാധ്യമാണ്. നല്ല മാന്യന്മാരായി ജീവിക്കാൻ, അന്തസ്സുള്ളവരായി ജീവിക്കാൻ നമുക്കിത് സാധ്യമാക്കുന്നു. ഇത് സാധ്യമാക്കി തീർക്കുന്നത് തിരുവചനങ്ങൾ മാത്രമാണ്. തിരുവചനത്തിലുള്ള ആശ്രയത്തിലൂടെ മാത്രമേ നമുക്ക് ഇത് സാധ്യമാക്കാൻ സാധിക്കൂ. അല്ല, വചനം പാലിക്കാൻ സാധിക്കുമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തിരുവചനങ്ങളൊക്കെ അനുഷ്ഠിച്ച് അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ധരിക്കും, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നും ജീവിക്കാനൊന്നും മനുഷ്യന് സാധ്യമല്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നു. പഴയ നിയമപുസ്തകത്തിൽ നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് പാലിക്കാൻ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ! നീ മനസ്സ് വച്ചാൽ വചനം പാലിക്കാൻ നിനക്ക് സാധിക്കും. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ അധരത്തിലുമുണ്ട്. മനസ്സ് വെച്ചാൽ നിനക്കത് പാലിക്കാൻ കഴിയും. ബാറാസീറയുടെ പുസ്തകം അഥവാ പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യത്തിലും ഇത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വചനം പാലിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ വിശുദ്ധരായി ജീവിക്കുമ്പോൾ മാന്യനായി അന്തസ്സുള്ളവരായി മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്നവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അത് സാധ്യമാക്കി തരുന്നത് കർത്താവായ യേശു മിശിഹായുടെ വലിയ വചനത്തിൻ്റെ ശക്തി മാത്രമാണ്. വചനം നമുക്ക് എങ്ങനെയുള്ളതായിട്ടാണ് അനുഭവപ്പെടുന്നത്? ചിലർക്കൊക്കെ വചനം സാധാരണ നോവൽ വായിക്കുന്ന വിധത്തിൽ, സാധാരണ പത്രം വായിക്കുന്ന വിധത്തിൽ വചനത്തെ വായിച്ചു വിടുന്നവരുണ്ടാകാം. എന്നാൽ മഹത്വമുള്ളവനായ ജെറമ്യാ പ്രവാചകൻ അഥവാ യിരെമ്യാ പ്രവാചകൻ വ്യക്തമായി പറയുന്നു, വചനം അഗ്നി പോലെയാണ്, തീ പോലെയാണ് വചനം. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, അത് പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്, ചുറ്റിക പോലെയാണ്. പാറയെ തകർക്കുന്ന കൂടം പോലെയാണ് ദൈവത്തിൻ്റെ തിരുവചനം. നീ പശ്ചാത്താപത്തിലേക്ക്, അനുതാപത്തിലേക്ക്, പാറ പോലെ കഠിനമായ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുമ്പോൾ അത് തകരുകയും മാംസളമായി തീരുകയും ചെയ്യുന്നു. അവിടെ ദൈവത്തിന് വാസം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ! അനുഗ്രഹിക്കപ്പെട്ടവരെ, വചനം തീയാണ്. നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഈ വചനം നിനക്ക് ഒത്തിരി സഹായകമാണ്. തീർന്നില്ല, തിരുവചനം വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് തിരുവചനം എഴുതപ്പെട്ടത്. കർത്താവായ യേശു മിശിഹായിലൂടെയാണ് നമുക്ക് രക്ഷയെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ വചനമായ ദൈവമാകുന്ന കർത്താവായ യേശു മിശിഹായെ തെളിയിക്കുന്നതിന് വേണ്ടി, ദൈവത്വം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വചനം എഴുതപ്പെട്ടത്. ശുദ്ധമുള്ള യോഹന്നാന്റെ രക്ഷാസുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു, യേശു ദൈവമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ, വിശ്വസിക്കേണ്ടതിനും അത് മുഖാന്തരം നിനക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടി ഈ തിരുവചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. അതെ, യേശു ദൈവമായ കർത്താവാണെന്ന് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെടുത്തരുന്നതിന് വേണ്ടിയാണ് ഈ തിരുവചനങ്ങൾ എഴുതപ്പെട്ടത്. ഇനി മാത്രമല്ല, നമുക്ക് നോക്കാം, തിരുവചനം മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്നതിന് വേണ്ടി. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിനു വേണ്ടി, സ്ഥൈര്യത്തിലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുണ്ടാക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം, തിരുലിഖിതങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്, മാനുഷിക പരിജ്ഞാനത്തിന് മുന്നറിയിപ്പായി തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നു.
1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് പാഠമായി ബുദ്ധി ഉപദേശിക്കുന്നതിന് വേണ്ടി തിരുവചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. 4-ാമത് നിത്യജീവനെക്കുറിച്ച് ജ്ഞാനം നൽകുവാൻ തിരുവചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ പരിശോധിക്കുമ്പോൾ ആദിയോടന്തം ഒത്തിരി നമുക്ക് കാണാൻ കഴിയും. വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ മാന്യത നമുക്ക് സമർത്ഥമായി വന്നു ചേരും, വിശുദ്ധി നമുക്ക് വന്നു ചേരും. അനുഗ്രഹിക്കപ്പെട്ടവരെ, തെറ്റുകൂടാതെ ജീവിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ജീവിച്ച് നല്ല കുടുംബമായി, നല്ല വ്യക്തിത്വമുള്ളവരായി, ആകർഷണീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമുക്ക് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമേ, കരുണയുള്ളവനെ കർത്താവേ, വചനമാകുന്ന ദൈവമാകുന്ന യേശുവേ, അങ്ങ് ഇതുവരെ ഞങ്ങളെ കരുണയോടെ കാത്തല്ലോ. അതുപോലെ ഇനിയും തമ്പുരാനെ കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങയുടെ സമൃദ്ധിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വചനം ഞങ്ങളിൽ ആഴത്തിൽ വേരൂന്നുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് കർത്താവായ യേശു മിശിഹ പൂർണ്ണ ദൈവമാണെന്ന് വിശ്വസിച്ച് അങ്ങയുടെ ശക്തിയിൽ ആശ്രയം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ തെറ്റുകൂടാതെ വിശുദ്ധിയോടെ ജീവിച്ച് മാന്യന്മാരായി ദൈവത്തിൻ്റെ മുമ്പിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി വളരുവാനും മനുഷ്യരോട് എല്ലാവർക്കും ഇഷ്ടമുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെ അങ്ങ് ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ ഞങ്ങൾ വന്നു പോകുന്ന എല്ലാ പിഴകളും അശുദ്ധിയും അങ്ങ് നീക്കിക്കളഞ്ഞ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.